ഹായ് കൂട്ടുകാരെ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഏലമാണ്. നമ്മളെ ജില്ലയിലൊന്നും ഏലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ടൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ഏലമാണ്. ഒരു ചെറിയ ചെടിയായിരുന്നു. ഞാൻ അതിനെ ഒരു കവറിൽ വെച്ചാണ് ഇത്രയും വലുതായത്. ഇനി ഈ ഏലത്തിന് ഇപ്പം മഴ പെയ്ത് 2-3 ദിവസം മഴ പെയ്തതിന് ശേഷം തറയിൽ നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോക്കട്ടെ, നമ്മളെ ജില്ലയിലൊക്കെ ഏലക്ക വരുമോയെന്നൊന്നും അറിയണമില്ല. അതുകൊണ്ടാണ് ഞാനൊരു തൈ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നാണ്. അത് എൻ്റെ ഫ്രണ്ട്സല്ല, ഞങ്ങളെ കൂടെ വന്ന ഒരാളിൻ്റെ ബന്ധുവായിരുന്നു. അവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച് അവർ തന്നതാണ് ഈ ഏലത്തൈ. അങ്ങനെ ഇതാ ചെറിയ തൈ ആയിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കവറിൽ നട്ടതിന് ശേഷം വലിയ തൈ ആയിട്ടുണ്ട്. ഇത് പൊങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിനെ മഴയത്ത് പറഞ്ഞ മണ്ണ് കൂട്ടിയിട്ടാണ് നടേണ്ടതെന്ന് പറഞ്ഞു. എന്തായാലും ഒന്ന് നട്ടു നോക്കാം. ഇവിടെ ഈ വേനലായതുകൊണ്ട് നമ്മളെ ദേശത്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഒന്ന് നട്ടു വയ്ക്കാം. നടുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്തായാലും ഏലമാണ്, ഏലച്ചെടിയാണ്. ഏലം കായ്ക്കോ എന്തോ അവർ പറഞ്ഞതാണ്. അതിൻ്റെ മൂട്ടിലൊന്നും വേറെ ചവറുകളൊന്നും വീഴാൻ പാടില്ല, വൃത്തിയോടെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാലേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ അതാ നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരെണ്ണം നടാണ്ട് കുഞ്ഞ് തൈകൾ ഒരു തൈ വന്ന് നിൽക്കുന്നു. വീണ്ടും കുഞ്ഞ് തൈ വരുന്നുണ്ട്. 2 തൈ വരുന്നുണ്ട്, കുഞ്ഞ് തൈ. എന്തായാലും ഇതിനെ മഴ പെയ്തോടെ കണ്ടോ, ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയ അടുക്കള മാലിന്യത്തിൽ നിന്നുണ്ടാക്കിയ വളമാണ് ഇട്ടിരിക്കുന്നത്. മുട്ടത്തൊലിയൊക്കെ ഇതാ കിടക്കുന്നുണ്ട്. അതാണ് ഇട്ട് കൊടുത്തിട്ട്, അയ്യോ എൻ്റെ മണ്ടയിലായിപ്പോയി. അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ, എത്ര ദൂരം ചെന്നെത്തുമെന്നൊന്ന് അറിയണം. ഇത് കായ്ക്കുമെന്ന് അറിയണം. ഞാൻ തറയിൽ നട്ടിത് വളർന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ തരാം. അപ്പോഴറിയാമല്ലോ ഇതിൽ ഏലക്ക വരുമോ എന്താണെന്ന്. നമ്മളെ നാട്ടിൽ വരില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴേ എല്ലാവരും ചോദിച്ചു, വെറുതെ എന്തിനാണ് നടണേന്ന്. എന്തായാലും പൊടിക്കില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും പൊടിച്ച് ഇത്രയും വലുതായിരിക്കുകയാണ്. എന്തായാലും ഈ ഏലത്തിന് തറയിൽ നടാം.